2026-27 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബഡ്ജറ്റ് ബി.ജെ.പി. മുതിർന്ന നേതാവും കേന്ദ്ര ധനമന്ത്രിയുമായ നിർമ്മല സീതാരാമൻ ഫെബ്രുവരി 1 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് അവതരിപ്പിച്ചു. ഇതോടെ തുടർച്ചയായി 9 കേന്ദ്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ മാറി. ബജറ്റ് അവതരിപ്പിച്ച ശേഷം നിർമ്മല സീതാരാമൻ പറഞ്ഞു, ജനക്ഷേമം എല്ലാവർക്കും എല്ലാം, യുവജനക്ഷേമം എന്നീ 3 കടമകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ബജറ്റ് തയ്യാറാക്കിയതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ബി.ജെ.പി. ഭരണത്തിന് കീഴിൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരത ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സ്ഥിരമായ വേഗതയിൽ പുരോഗമിക്കുന്നു. പരിഷ്കാരങ്ങളുടെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിച്ചു. ബി.ജെ.പി. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കാരണം ഇന്ത്യൻ സാമ്പത്തിക വളർച്ച 7% വർദ്ധിച്ചു. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നു. ഒരു ദർശനത്തോടെയാണ് ഞങ്ങൾ ദീർഘകാല വ്യാവസായിക നിക്ഷേപ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. വികസനത്തിന്റെ നേട്ടങ്ങൾ ജനസംഖ്യയിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തുന്നുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പാക്കുന്നു. ജനങ്ങളുടെ ക്ഷേമം എല്ലാവർക്കും എല്ലാം, യുവജനക്ഷേമം എന്നീ 3 പ്രതിബദ്ധതകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ബജറ്റ് തയ്യാറാക്കിയിരുന്നത് നിർമ്മല സീതാരാമൻ പറഞ്ഞു. വിവിധ നഗരങ്ങൾക്കിടയിൽ 7 അതിവേഗ റെയിൽ ഇടനാഴികൾ വികസിപ്പിക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപനത്തിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞു. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 പുതിയ ദേശീയപാതകൾ പ്രവർത്തനക്ഷമമാക്കുമെന്നും ഒഡീഷയിലെ ദേശീയ ജലപാത 5 മുതൽ താൽച്ചൽ, അങ്കുൾ എന്നീ ധാതു സമ്പന്ന പ്രദേശങ്ങളും കലിംഗനഗർ പോലുള്ള വ്യാവസായിക കേന്ദ്രങ്ങളും പാരദ്വീപ്, ധമ്ര തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കുമെന്നും അവർ പറഞ്ഞു. കിഴക്കൻ ഡങ്കുനിയെ പടിഞ്ഞാറൻ സൂററ്റുമായി ബന്ധിപ്പിക്കുന്ന പുതിയ സമർപ്പിത ചരക്ക് ഇടനാഴികൾ സ്ഥാപിക്കാൻ നിർദ്ദേശമുണ്ട്.